അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച. സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെതിരായ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തലിൽ ചോദ്യങ്ങളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മാധവി പുരി ബുച്ച് ഇതുവരെ രാജിവെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. നിക്ഷേപകർ കഠിനാധ്വാനം ചെയ്ത പണം നഷ്ടപ്പെടുകയാണെങ്കിൽ ആരാണ് ഉത്തരവാദിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ സെബി ചെയർപേഴ്സണോ ഗൗതം അദാനിയോ എന്നും രാഹുൽ ചോദിച്ചു. പുതിയതും വളരെ ഗൌരവമേറിയതുമായ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ സുപ്രീം കോടതി ഈ വിഷയം ഒരിക്കൽ കൂടി സ്വമേധയാ പരിശോധിക്കുമോ എന്നും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി JPC അന്വേഷണത്തെ ഇത്രയധികം ഭയപ്പെടുന്നതെന്നും അത് വെളിപ്പെടുത്തുന്നത് എന്താണെന്നും ഇപ്പോൾ വ്യക്തമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പുതിയ വെളിപ്പെടുത്തലിൽ പ്രതിപക്ഷം അന്വേഷണം ആവശ്യപ്പെട്ടു. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഓഹരി ക്രമക്കേടിൽ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിന് നേരെ ഉയർന്ന ഗുരുതര ആരോപണത്തിൽ പാർലമെന്റ് സംയുക്ത സമിതി അന്വേഷിക്കണമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം. അദാനി കുംഭകോണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണത്തിൽ തുടരുന്ന വിചിത്രമായ വിമുഖത സുപ്രീം കോടതിയുടെ വിദഗ്ധ സമിതിയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ലെന്നും ഇത് വളരെ കാലമായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കി. സെബി നടത്തുന്ന അന്വേഷണത്തിലെ എല്ലാ വൈരുദ്ധ്യങ്ങളും ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും അഴിമതി ആരോപണത്തിന്റെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരാൻ പാർലമെന്റ് സംയുക്ത സമിതി രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹിൻഡൻബർഗ് ആരോപണത്തിനെതിരെ പ്രതികരണവുമായി അദാനി ഗ്രൂപ്പ്. ഹിൻഡൻബർഗ് ആരോപണം അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു. ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ച ഹിൻഡൻബർഗ് രക്ഷപ്പെടാൻ നടത്തുന്ന നീക്കമാണിതെന്നും അദാനി ഗ്രൂപ്പ് പറയുന്നു. തെളിയിക്കാനാകാത്ത ആരോപണങ്ങൾ ഹിൻഡൻബർഗ് വീണ്ടും ഉന്നയിക്കുകയാണെന്നും മാധവി പുരി ബുച്ചുമായി ബിസിനസ് ബന്ധമില്ലെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പേതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ. സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് കറസ്പോണ്ടന്റായി കാർഷിക അനുബന്ധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം. ക്ഷീരസംഘങ്ങൾക്കടക്കം അനുമതി ലഭിക്കും. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ, മൌണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലിക പുനരധിവാസത്തിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ DR മേഘശ്രീയുടെ നേതൃത്വത്തിൽ 5-അംഗ സമിതി രൂപീകരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, ഒരു ഡെപ്യൂട്ടി കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ അംഗങ്ങളും വൈത്തിരി തഹസിൽദാർ കൺവീനറുമായ സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. വയനാട് മുണ്ടക്കൈയിൽ മഴ ശക്തമായതോടെ ഇന്നലത്തെ തെരച്ചിൽ 3 മണിയോടെ അവസാനിപ്പിച്ചു. ഇന്നലത്തെ ജനകീയ തെരച്ചിലിൽ 3 ശരീരഭാഗങ്ങൾ കൂടി കിട്ടിയതായി അധികൃതർ അറിയിച്ചു. പരപ്പൻപാറയിൽ സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും നടത്തിയ തെരച്ചിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. പരപ്പൻപാറയിലെ പുഴയോട് ചേർന്നുള്ള ഭാഗത്തുനിന്ന് 2 ശരീരഭാഗങ്ങളും പരപ്പൻപാറയിലെ മറ്റൊരു സ്ഥലത്തു നിന്നും 1 ശരീരഭാഗവുമാണ് കണ്ടുകിട്ടിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമുള്ള പ്രദേശത്തെ അവസ്ഥയും ദുരന്ത സാധ്യതകളും വിലയിരുത്തുന്നതിനായി ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായി അടങ്ങുന്ന 5-അംഗ വിദഗ്ധ സംഘം ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല എന്നീ പ്രദേശങ്ങൾ ഈ മാസം 19-ന് സന്ദർശിക്കുമെന്ന് മന്ത്രിമാർ അറിയിച്ചു. വയനാട് ദുരന്ത മേഖലയിലെ ജനകീയ തെരച്ചിൽ ഇന്നും തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ദുരന്തത്തിൽ മരിച്ചവരുടെ DNA ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയെന്നും ഇന്നു മുതൽ പരസ്യപ്പെടുത്താമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നും നാളെയും ചാലിയാറിൽ വിശദമായ തെരച്ചിൽ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 229 പേരുടെ മരണമാണ് ഔദ്യോഗിക കണക്കിൽ സ്ഥിരീകരിച്ചത്. 178 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 51 മൃതദേഹവും 200ഓളം ശരീരഭാഗങ്ങളും തിരിച്ചറിഞ്ഞില്ല. കാണാതായവരുടെ കരട് പട്ടികയിൽ ഇപ്പോൾ 130 പേരാണ് ഉള്ളത് എന്നും മന്ത്രി വിശദീകരിച്ചു.
വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധി വ്യാപനം തടയാൻ മുൻകരുതൽ വേണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ നടന്ന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ സംസാരിക്കവെ ക്യാമ്പ് അംഗങ്ങൾക്ക് മാനസിക പിന്തുണ കൊടുക്കുന്ന കൌൺസിലർമാരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും നിലവിൽ കുഞ്ഞുങ്ങളെല്ലാം അടുത്ത ബന്ധുക്കൾക്ക് ഒപ്പമാണെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ദുരിതബാധിതരെ സന്ദർശിച്ച് വനം മന്ത്രി A.K. ശശീന്ദ്രൻ വല്ലാത്തൊരു അനുഭവമായി പോയി എന്നും ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ലെന്നും നിറഞ്ഞ കണ്ണുകളോടെ ശശീന്ദ്രൻ പറഞ്ഞു. അവരുടെ ചോദ്യത്തിന് ഉത്തരമില്ല, അവരുടെ രക്ഷയ്ക്കായി ശ്രമിക്കുക എന്നത് മാത്രമേയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നികുതി കൂട്ടാൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നികുതി പണം പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. CPM-ന്റെ PR വർക്ക് കൊണ്ട് വിശപ്പ് തീരില്ലെന്നും സംസ്ഥാനം കടന്നുപോകുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇനി നികുതി വർദ്ധിപ്പിച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ധനകാര്യ വകുപ്പ് എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സർക്കാരിനെതിരെ വിമർശനവുമായി മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോടതിയിൽ തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് റസൽ ജോയ് കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറത്തിന്റെ മലയോര പ്രദേശമായ കരുവാരക്കുണ്ട് മേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ. ഒലിപ്പുഴ, കല്ലമ്പുഴ തുടങ്ങിയ പുഴയിലും തോടുകളിലുമാണ് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറത്തും പാലക്കാടും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിലങ്ങാട് ഉരുൾപൊട്ടലിന് 100-ലധികം പ്രഭവ കേന്ദ്രങ്ങൾ എന്ന് കണ്ടെത്തൽ. ഡ്രോൺ പരിശോധനയിലാണ് വിലങ്ങാട് ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വ്യക്തമായത്. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിനായി വിദഗ്ധ സംഘം നാളെ സ്ഥലത്തെത്തും. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അവലോകന യോഗത്തിലാണ് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 14 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലിന്റെ ഭാഗമായുള്ള ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിൽ റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടന്നതോടെ പുതിയ പോസ്റ്ററുമായി റെയിൽവേ നിയമനങ്ങൾ യോഗ്യതയ്ക്കനുസരിച്ച് നിയമവിധേയമായി മാത്രമേ ലഭിക്കൂ എന്നാണ് പോസ്റ്റ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റ് ഓപ്പണായി വരുമ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഈ മുന്നറിയിപ്പ് പോസ്റ്ററാണ്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റെയിൽവേയിൽ ജോലി ലഭിക്കുകയുള്ളൂവെന്നും സംശയങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായ 182 വിളിക്കാനും നിർദ്ദേശിക്കുന്നു. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ വ്യവഹാരത്തിനെത്തുന്നവർക്ക് ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ പണം നൽകണമെന്ന് പരാതി. മണിക്കൂറുകൾ നീളുന്ന കോടതി നടപടിക്രമങ്ങൾക്കിടെ അത്യാവശ്യമായി ആർക്കെങ്കിലും ശുചിമുറി ഉപയോഗിക്കേണ്ടി വന്നാൽ 5-10 രൂപ നിരക്കിലാണ് ചാർജ് ഈടാക്കുന്നതെന്നും പരാതിക്കാർ പറയുന്നു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ തീരുമാനം നാളെയെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ അറിയിച്ചു. നിലവിൽ വെള്ളത്തിന്റെ അടിയൊഴുക്ക് 5.4 നോട്ട് വേഗതയിലാണ്. ഈ വേഗതയിൽ ഡ്രഡ്ജിങ്ങോ ഡൈവിംഗോ സാധ്യമാകില്ല. പുഴയിലെ ഒഴുക്കിന്റെ വേഗം 3.5 നോട്ടെങ്കിലും എത്തിയാൽ ഡ്രഡ്ജിങ്ങിന് ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളി വേണ്ടെന്ന് വെച്ച തീരുമാനം ഏകപക്ഷീയമെന്ന് സംഘാടക സമിതി ആരോപിച്ചു. കോർപ്പറേഷൻ നിലപാട് തിരുത്തണമെന്നും സംസ്ഥാന സർക്കാരിന്റെ പ്രസ്താവന തൃശൂർ മേയർ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും സംഘാടക സമിതി. 9 ടീമുകൾ പുലികളിക്ക് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞുവെന്നും ഓരോ ടീമും 4 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുവെന്നും പുലികളി നടത്തിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും ഇന്ന് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും മേയർക്കും നിവേദനം നൽകുമെന്നും സംഘാടക സമിതി അറിയിച്ചു.
പുലിക്കളി സംഘങ്ങൾക്ക് പിന്നാലെ കുമ്മാട്ടി സംഘങ്ങളും കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത്. കോർപ്പറേഷന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്നും ഓണനാളിൽ കുമ്മാട്ടി നടത്തുമെന്നും കുമ്മാട്ടി ആചാരത്തിന്റെ ഭാഗമാണെന്നും സംഘങ്ങൾ അറിയിച്ചു. കുമ്മാട്ടി സംഘങ്ങളെയോ പുലികളി സംഘങ്ങളെയോ വിളിച്ച് അഭിപ്രായം തേടിയല്ല കോർപ്പറേഷൻ തീരുമാനമെടുത്തതെന്നും അവർ വ്യക്തമാക്കി. നെല്ല് സംഭരണത്തിന് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 50 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 207 കോടി രൂപ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലെ സീസണിലെ നെല്ലിന്റെ വില കർഷകർക്ക് വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചത്. മുൻ തദ്ദേശ ഭരണ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. തിരൂരങ്ങാടി താനൂർ MLA ആയിരുന്നു. നേരത്തെ വാഹനാപകടത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലുണ്ടായ വാഹനാപകടത്തിൽ ചെന്നൈ SRM കോളേജിലെ 5 വിദ്യാർത്ഥികൾ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ട്രക്കും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ചെന്നൈയിൽ നിന്ന് 65 കിലോമീറ്റർ അകലെയുള്ള തിരുവള്ളൂർ ജില്ലയിലെ തിരുട്ടാനിക്ക് സമീപം രാമഞ്ചേരിയിലാണ് ഇന്നലെ രാത്രി ദാരുണമായ അപകടമുണ്ടായത്. കർണാടകയിലെ കൊപ്പൽ ജില്ലയിലുള്ള തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു. 19ാമത് ഗേറ്റാണ് പൊട്ടിവീണത്. ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം ഒഴുകി. രാത്രി 10 മണിയോടെയാണ് ഗേറ്റ് പൊട്ടിവീണത്. 35,000 ക്യൂസെക്സ് വെള്ളം ഒഴുകിപ്പോയി. ഭീഷണി ഒഴിവാക്കാനായി ഡാമിന്റെ 33 ഗേറ്റുകളും തുറന്ന് വെള്ളം പുറത്തുവിട്ടു. കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ 2ാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. മൊബൈൽ ഫോണും വാട്സപ്പും ഹാക്ക് ചെയ്യപ്പെട്ടതായി NCP MPയും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെ ദയവായി എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ അരുതെന്നും ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും വിവരം പോലീസിൽ അറിയിച്ചതായും സുപ്രിയ സുലെ സമൂഹമാധ്യമമായ Xൽ കുറിച്ചു. ആരാണ് ഫോൺ ഹാക്ക് ചെയ്തതെന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്നും സുപ്രിയ സുലെ ആവശ്യപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ രാജ്യവ്യാപക പ്രതിഷേധം. അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർമാരുടെ സംഘടനകൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണും. നാളെ രാജ്യവ്യാപകമായി സമരം ചെയ്യുമെന്ന് ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനാണ് താൻ രാജിവെച്ചതെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം US-ന് നൽകിയിരുന്നെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു. ബംഗാൾ ഉൾക്കടലിലും സ്വാധീനമുറപ്പിക്കാൻ US-നെ അനുവദിച്ചില്ല. രാജിക്ക് മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയ പ്രസംഗത്തിലായിരുന്നു ഷെയ്ഖ് ഹസീന ഇക്കാര്യങ്ങൾ വിശദമാക്കിയത്. തീവ്ര വലതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നിലനിൽക്കുന്ന ബ്രിട്ടനിൽ എതിർ പ്രക്ഷോഭങ്ങളും ശക്തമാകുന്നു. വംശീയതയ്ക്ക് എതിരായ മുദ്രാവാക്യവുമായി നിരവധി പേർ ലിവർപൂളിൽ അണിനിരന്നു. അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന പോസ്റ്റർ ഉയർത്തിപ്പിടിച്ച ഇവർ കുടിയേറ്റങ്ങളിൽ തുറന്ന സമീപനം വേണമെന്നും ആവശ്യപ്പെട്ടു. ലണ്ടൻ, എഡിൻബർഗ്, കാർഡിഫ് തുടങ്ങിയ പട്ടണങ്ങളിലും നഗരങ്ങളിലും കുടിയേറ്റ വിരുദ്ധതയ്ക്കെതിരെ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയെന്നാണ് റിപ്പോർട്ട്. പ്രമുഖ അമേരിക്കൻ ബഹുരാഷ്ട്ര നെറ്റ്വർക്കിംഗ് ഇന്റർനെറ്റ് ഉപകരണ നിർമ്മാതാക്കളായ സിസ്കോ കൂടുതൽ തൊഴിലാളികളെ പിരിച്ചുവിടുമെന്ന് റിപ്പോർട്ട്. സിസ്കോ സിസ്റ്റംസിൽ ഈ വർഷം നടക്കുന്ന 2ാമത്തെ പിരിച്ചുവിടലാണിത്. സാങ്കേതിക രംഗത്ത് സമീപകാലത്ത് കൂടുതൽ വളർച്ചയുള്ള സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ തീരുമാനമെന്നാണ് സൂചന. ലോകമെമ്പാടും ചെലവ് കുറഞ്ഞ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് സ്വകാര്യ കമ്പനിയായ SpaceX 21 സ്റ്റാർലിങ്ക് കൃത്രിമ ഉപഗ്രഹങ്ങളാണ് SpaceX ബഹിരാകാശത്തേക്ക് കഴിഞ്ഞ ദിവസം ഒന്നിച്ച് അയച്ചത്. മോശം കാലാവസ്ഥ മൂലം ഒരു ദിവസം വൈകിയാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം നടന്നത്. വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഏകദേശം 8 മിനിറ്റുകൾക്കുള്ളിൽ ഫാൾക്കൺ റോക്കറ്റിന്റെ ഒരു ഭാഗം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രത്യേക തറയിൽ വിജയകരമായി ലാൻഡ് ചെയ്തു എന്നും SpaceX അറിയിച്ചു. ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി വരാൻ ഇനിയും കാത്തിരിക്കണം. നാളെ രാത്രി ഇന്ത്യൻ സമയം രാത്രി 9:30 അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധിയുണ്ടാകുക. വൈകിട്ട് 6 മണിക്കുള്ളിൽ കൂടുതൽ രേഖകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഹാജരാക്കാൻ വിനേഷിനോടും എതിർകക്ഷികളായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ്,
അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി എന്നിവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒളിമ്പിക്സ് തീരുന്നതിന് മുമ്പ് വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ തീർപ്പുണ്ടാവുമെന്നായിരുന്നു വെള്ളിയാഴ്ച കോടതി അറിയിച്ചത്. ഇതിനിടെ ഇന്നലെ രാത്രി 9:30 വിധിയുണ്ടാവുമെന്ന അറിയിപ്പ് വന്നു. പക്ഷേ തീരുമാനമെടുക്കാൻ സമയം നീട്ടി ചോദിച്ച ആർബിട്രേറ്റർ അന്നബെൽ ബെന്നറ്റിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യതയിൽ IOA മെഡിക്കൽ സംഘത്തിനെതിരായ വിമർശനങ്ങളിൽ അപലപിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. വിനേഷ് ഫോഗട്ടിന്റെ ഭാരം കൂടിയത് IOA മെഡിക്കൽ സംഘത്തിന്റെ പിഴവല്ലെന്ന് PT ഉഷ പ്രതികരിച്ചു. ഗുസ്തിയിൽ ഭാരം നിയന്ത്രിക്കേണ്ടത് താരത്തിന്റെയും പരിശീലകരുടെയും ചുമതലയാണെന്നും സ്വന്തം സപ്പോർട്ട് സ്റ്റാഫിനൊപ്പമാണ് ഗുസ്തി താരങ്ങൾ എത്തിയതെന്നും 2 മാസം മുമ്പ് മാത്രമാണ് IOA മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചതെന്നും PT ഉഷ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിന് കൊടിയിറങ്ങി. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 12:30 സ്റ്റേഡ് ദെ ഫ്രാൻസ് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. സമാപന മാർച്ച് പാസ്റ്റിൽ ഹോക്കി താരം പിയ ശ്രീജേഷും ഷൂട്ടിംഗ് താരം മനു ബാക്കറും ഇന്ത്യൻ പതാകയേന്തി. 16 ദിവസം നീണ്ട കായിക മാമാങ്കത്തിൽ 40 സ്വർണ്ണ മെഡലുകളോടെ 126 മെഡലുകൾ നേടിയ US ഒന്നാം സ്ഥാനക്കാരായപ്പോൾ 40 സ്വർണ്ണ മെഡലുകളോടെ 91 മെഡലുകൾ നേടിയ ചൈന രണ്ടാമതെത്തി. 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകളോടെ ഇന്ത്യ 71 സ്ഥാനത്താണ്. സമാപന ചടങ്ങിനൊടുവിൽ പാരീസ് മേയർ ആൻ ഹിഡാൽഗോയിൽ നിന്ന് ലോസ് ആഞ്ചലസ് മേയർ കരൺ ബാസ് ഒളിമ്പിക് പതാക ഏറ്റുവാങ്ങി. ഇനി 2028 അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ആണ് ഒളിമ്പിക്സിന് വേദിയാവുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.